ഹലോ ഫാമിലി. ഇന്നലെ ഫുള്ള് പണി കിട്ടിയ ദിവസമായതുകൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കര പേട്. എന്നാൽ പിന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മമ്മിയൂർ അമ്പലത്തിൽ പോയിട്ടാണ്. അങ്ങനെ മമ്മിയൂർ അമ്പലത്തിൽ നിന്ന് നേരെ നമ്മൾ പോയത് നമ്മുടെ പാർത്ഥസാരഥി അമ്പലത്തിലേക്ക് കേട്ടാ. നമ്മുടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ അമ്പലം. എന്തോ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല, എൻ്റെ അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ നല്ലോണം അറിയാം. ആദ്യം മമ്മിയൂർ അമ്പലത്തിൽ പോയിട്ട് പിന്നെ പാർത്ഥസാരഥി അമ്പലത്തിൽ പോയിട്ട് പിന്നെ വേണം ഗുരുവായൂരപ്പനെ കാണാമെന്നാണ് പറയണത്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു. കല്യാണത്തിൻ്റെ ആൾക്കാരും സ്വാമിമാരും ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഈ സൂചി കുത്താൻ സ്ഥലമില്ല എന്ന് കേട്ടിട്ടുള്ളൂ. ഇന്ന് ഞാൻ ശരിക്കും കണ്ടു. ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ ഞാൻ എന്തായാലും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലത്തെ പാൽപ്പായസം അത് നിർബന്ധമാണ്. അങ്ങനെ വെണ്ണയും പാൽപ്പായസവും പഞ്ചസാരയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നീങ്ങിയിട്ടാണ്. ഇതെൻ്റെ ചേച്ചി കളിയാനാട്ടാ. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഗുരുവായൂർ ശ്രീകോകുലത്തിൽ നിന്ന് അങ്ങനെ ഒരു മസാല ദോശയും പരിപാടിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങി. ഞായറാഴ്ച കൊണ്ട് ഒടുക്കത്തെ ബ്ലോക്ക്, ഒരു രക്ഷയില്ല. അങ്ങനെ ബ്ലോക്കിലൊക്കെ കിടന്ന് എങ്ങനെയൊക്കെയോ വീടെത്തി നമ്മുടെ പരിപാടി തുടങ്ങി. പാൽപ്പായസം കഴിക്കലേ. അവിടുന്ന് പാൽപ്പായസം കഴിച്ച് നേരെ വിട്ടത് വെല്ലിമട ഓടിക്കാം. ഇന്ന് വെല്ലിമട ഹൗസ് വാമിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു അടിപൊളി സദ്യയും കഴിച്ച് ഫാമിലി ടൈം. അതിൻ്റെ ഇടയിൽ റൊമാൻസ് നടക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി വളിയനായോണ്ട് പറയല, ഇവർ നല്ല അടിപൊളി കപ്പിൾസാണ്. ഈ ക്യൂട്ടുകളാണ് എൻ്റെ വെല്ലിമ്മട്ടാ. ഇതെൻ്റെ മാമൻ അന്താക്ഷരി കളിക്കുക. ചേച്ചി അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ നെയിലാട്ടും കാണിച്ചു തന്നു. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ചായ പലഹാരങ്ങൾ വാങ്ങാൻ ഇറങ്ങിയിട്ടാ. അങ്ങനെ ചായ കുടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതിനൊരാഗ്രഹം പീച്ച കഴിക്കണമെന്ന്. സിദ്ദിഖ് പറയണ പോലെ വലുതായി കഴിഞ്ഞവർക്ക് ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് നടത്തി കൊടുത്തു. അപ്പോൾ ഉണ്ണി ഹാപ്പി. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഫാമിലി.